ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മളുടെ ഫിഫ്ത്ത് സെമിസ്റ്ററിലെ PGTP എന്ന് പറയുന്നത് EE301 ആ പേപ്പറിന്റെ തേർഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ലെക്ചർ സീരീസ് മെയിൻ കമ്പണൻസ് ഓഫ് ഓവർഹെഡ് ലൈൻ. ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇതിൽ കവർ ചെയ്യണമെന്ന് നോക്കാം. ഒന്ന് മെയിൻ കമ്പണൻസ് ഓഫ് ഓവർഹെഡ് ലൈൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ കണ്ടക്ടർ മെറ്റീരിയൽസ് എന്താണെന്ന്, പിന്നെ എക്കണോമിക്സ് ഓഫ് പവർ ട്രാൻസ്മിഷൻ്റെ എക്കണോമിക്സ് എന്താണ്, അതുപോലെ എക്കണോമിക് ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസ്. അതായത് എക്കണോമിക്സ് ഓഫ് പവർ ട്രാൻസ്മിഷനിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഓഫ് ഓവർഹെഡ് ലൈൻസ്. ഓക്കെ, ഒരു ഓവർഹെഡ് ലൈൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഓർ ഡിസ്ട്രിബ്യൂട്ട് ഇലക്ട്രിക് പവർ. ഒരു ഓവർഹെഡ് ലൈനിനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ സക്സസ്ഫുൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ്. Successful operation of an overhead line depends to a great extent upon the mechanical design of the line. അതിന്റെ മെക്കാനിക്കൽ ഡിസൈൻ വലിയൊരു ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അതിന്റെ സക്സസ്ഫുൾ ഓപ്പറേഷൻ ഉണ്ടായിരിക്കും. സപ്പോസ് ഉദാഹരണം പറഞ്ഞാൽ പോസ്റ്റ് സപ്പോർട്ട് നല്ലപോലെ അല്ല, അല്ലെങ്കിൽ ഇൻസുലേഷൻ പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ കണ്ടക്ടർ അല്ല, അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാവും. While constructing an overhead line, it should ensure that mechanical strength of the line is such to provide against the most probable ഏത് വെതർ കണ്ടീഷനിലും നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് മെക്കാനിക്കൽ സ്ട്രെങ്ത് ലൈനിന്റെ. In general, main components of overhead line are conductors, supporters, insulators, conductors, supports, insulators, cross arms, miscellaneous items like face plate, danger plate, lightning arrestor, anti-climbing wires, etc. ഓക്കെ, അപ്പൊ എന്താണ് കണ്ടക്ടർ പറഞ്ഞ ഇലക്ട്രിക് പവർ ഒരു സെൻഡിങ് സ്റ്റേഷനിൽ നിന്ന് റിസീവിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സപ്പോർട്ട്സ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ടവർ പോള് ഒക്കെ പറയില്ല, അതായത് നമ്മൾ മലയാളത്തിലാണ് പോസ്റ്റ് പറയും. ഓക്കെ, അപ്പോൾ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാല് ഒരു സ്യൂട്ടബിൾ ലെവലിൽ നമ്മളെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇൻസുലേറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആ സപ്പോർട്ടേഴ്സും കണ്ടക്ടേഴ്സും തമ്മിൽ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രോസ് ആംസ് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ടു ദ ഇൻസുലേറ്റേഴ്സ് വേണ്ടിയിട്ടാണ്. ഫേസ് പ്ലേറ്റ്, ഡേഞ്ചർ പ്ലേറ്റ്, ഓരോ ടൈപ്പ് പ്ലേറ്റ്സ്, ഡേഞ്ചർ പ്ലേറ്റ്സ് ഒക്കെ എന്തിനാ ഇവിടെ ഇന്ന ഇത്ര വോൾട്ടേജ് ആണ് പോണത്, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനാണ്. ഓക്കെ, മെറ്റീരിയൽസ്. Conductor is one of the important terms as most of the capital outlay is invested for it. Conductor ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, important term ആണ്. Therefore, proper choice of material and size of the conductor is of considerable importance. അതുകൊണ്ട് തന്നെ കണ്ടക്ടറിന്റെ പ്രോപ്പർ ചോയ്സ്, അതിന്റെ മെറ്റീരിയൽ ഏതായിരിക്കണം, അതിന്റെ സൈസ്, അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. Conductor material used for transmission and distribution of electric power should have the following properties. നമ്മൾ യൂസ് ചെയ്യണ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും യൂസ് ചെയ്യുന്നതിന് ഉള്ള പ്രോപ്പർട്ടീസ്: ഒന്ന്, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വേണം, നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വേണം. ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ ഓർഡർ ടു വിത്ത്സ്റ്റാൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സസ്. ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആയിരിക്കണം, കാരണം എന്താണ്, മെക്കാനിക്കൽ സ്ട്രെസ്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ലോ കോസ്റ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസസ്. ഓക്കെ, low specific gravity so that weight per unit volume is small. അപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഓക്കെ, ഓൾ അബവ് റിക്വയർമെന്റ്സ് ആർ നോട്ട് ഫൗണ്ട് ഇൻ എ സിംഗിൾ മെറ്റീരിയൽ. പക്ഷെ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇതെല്ലാം കൂടിയിട്ട് ഒരു മെറ്റീരിയൽ ഉണ്ടാവില്ല. ഓക്കെ, therefore while selecting a conductor material for a particular case, a compromise is made between the cost and the required electrical and mechanical properties. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഓരോ കേസ് എടുക്കും. ഡിസ്റ്റൻസ് കുറഞ്ഞതാണോ, അവിടുത്തെ വിൻഡ് കൂടുതലാണോ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിലും ഓരോ കോംപ്രമൈസ് ചെയ്യും ഈ 4. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു 3 മെറ്റീരിയൽ എന്ന് പറയും. മോസ്റ്റ് കോമൺലി യൂസ്ഡ് കണ്ടക്ടർ മെറ്റീരിയൽ 4-5 ഉണ്ട്. ഈ 3 നമ്മൾ സിലബസ് ഉള്ളൂ, അതുകൊണ്ട് ഇത് മാത്രം എഴുതിയത്. ഓക്കെ, കോപ്പർ, അലുമിനിയം, സ്റ്റീൽ കോഡ് അലുമിനിയം. ഈ സ്റ്റീൽ കോഡ് അലുമിനിയമിനെ നമ്മൾ ACSR എന്ന് പറയും. അതെന്താന്ന് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, the choice of a particular material will depend upon the cost, the required electrical, mechanical properties and the local condition. നമ്മൾ പറഞ്ഞ തന്നെ ഒരു മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോസ്റ്റ്, നമ്മൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നുള്ളത്. ഒന്ന്, നമ്മൾ പ്രധാനമായിട്ട് ചോയ്സ് കോസ്റ്റ് നോക്കും, കാരണം കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ചോയ്സ് കോസ്റ്റ് ഒരു വലിയ ഘടകമാണ്. അതേപോലെ റിക്വയർഡ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ, അവിടുത്തെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്താണ്, ആ കണ്ടീഷന്റെ, അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. ഫസ്റ്റ്, കോപ്പർ. Copper is an ideal material for
overhead lines owing to its high electrical conductivity and greatest tensile strength. ശരിക്കും കോപ്പർ ഒരു ഐഡിയൽ മെറ്റീരിയൽ ആണ് ഓവർഹെഡ് ലൈൻ. കാരണം എന്താ വെച്ചാൽ അതിന് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്, ഗ്രേറ്റർ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ഇറ്റ് ഈസ് ആൾവേസ് യൂസ്ഡ് ഇൻ ദ ഹാർഡ് ഡ്രോൺ ഫോം ആസ് എ സ്റ്റാൻഡേർഡ് കണ്ടക്ടർ. ഒരു സോളിഡ് അല്ലാതെ ഒരു ഹാർഡ് ഡ്രോൺ ഫോമിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളിപ്പോൾ ഈ മുടി നമ്മൾ കെട്ടിടുമ്പോൾ കണ്ടിട്ടില്ല, അതേപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് യൂസ് ചെയ്യാം. Copper has high current density. Copper high current density ആണ്, that is current carrying capacity of copper per unit of cross sectional area is quite large. അതായത് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കോപ്പറിൽ പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കറന്റ് ക്യാരിയിങ് എന്താണ് വളരെ കൂടുതലാണ്. ദിസ് ലീഡ്സ് ടു ടു അഡ്വാൻറ്റേജസ്. ഇത് രണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്? ഫസ്റ്റ്ലി സിമിലർ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടക്ടർ ഇസ് റിക്വയർഡ് ആൻഡ് smaller cross-sectional area of conductor is required, and secondly, the area offered by the conductor to wind loads is reduced. അപ്പോൾ നമുക്ക് എന്താണ് ക്രോസ് സെക്ഷണൽ ഏരിയ കുറച്ച് മതി ഒന്ന്. അതായത് ഒരു 9 ആംപിയർ ആണ് കടത്തിവിടുന്നത് വെച്ചാൽ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറിൽ എന്താണ് ക്രോസ് സെക്ഷണൽ ഏരിയ കുറവ് മതി. രണ്ടാമത്തെ എന്താണ് ഏരിയ ഓഫേർഡ് ബൈ ദ കണ്ടക്ടർ ടു വിൻഡ് ലോഡ്സ് ഈസ് റെഡ്യൂസ്ഡ്. ഈ വിൻഡ് വരുന്നില്ലേ അതിന് കൂടുതലുള്ളതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടേ ഉള്ളൂ. ഓക്കെ. Moreover, this metal is quite homogeneous, durable, and has high scrap value. കൂടാതെ തന്നെ നല്ല ഹോമോജീനിയസ് ആണ്, ഡ്യൂറബിൾ ആണ്, അതുപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ കൊടുക്കുമ്പോഴും നല്ല വാല്യൂ ആണ്. അവർ ഡ്യൂ ടു ഇറ്റ് ഹയർ കോസ്റ്റ്, ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഹയർ കോസ്റ്റ് ആണ്, അതുപോലെ അവൈലബിലിറ്റി കുറവാണ്. ആൻഡ് നോൺ അവൈലബിലിറ്റി, ഇറ്റ് ഈസ് റയർലി യൂസ്ഡ് ഫോർ ദീസ് പർപ്പസസ്. സെക്കൻഡ് വൺ, അലുമിനിയം. Aluminum is cheap and light as compared to copper, but it has much smaller conductivity and tensile strength. ഇത് ചീപ്പും ലൈറ്റും ആണ് ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ എന്താണ് അതിന്റെ കണ്ടക്ടിവിറ്റി കുറവാണ്. ഓക്കെ. കോപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റിയും ടെൻസൈൽ സ്ട്രെങ്ത്തും കുറവാണ്. ദ റിലേറ്റീവ് കമ്പാരിസൺ ഓഫ് ടു മെറ്റീരിയൽ ഈസ് ഡിഫറെന്റ് ആസ് ഫോളോസ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു റിലേറ്റീവ് കമ്പാരിസൺ. ദ കണ്ടക്ടിവിറ്റി ഓഫ് അലുമിനിയം ഈസ് 60% ഓഫ് ദാറ്റ് ഓഫ് കോപ്പർ. അതായത് അലുമിനിയം എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിന്റെ ഒരു 60% എന്തുള്ളൂ കണ്ടക്ടിവിറ്റി ഉള്ളൂ. The smaller conductivity of aluminum means that for any particular transmission efficiency, the cross-section area of conductor must be large in aluminum. അപ്പോൾ ശരിക്കും എന്താ വെച്ചാല് ഒരു 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു 100% അല്ലെങ്കിൽ ഒരു 100 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പറിനൊപ്പം എന്ത് ചെയ്യണം അതിന്റെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു 60% പറഞ്ഞാൽ ആലോചിക്കും 40% കുറവാണ്. അപ്പൊ നോർമലി കറണ്ട് കടത്തി വിടുമ്പോ കോപ്പറിൽ എന്തുണ്ടാവും ഹൈ കോപ്പറിനെക്കാട്ടിയും ഹൈ വോളിയം അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ ഏതിന് വേണം നമ്മുടെ അലുമിനിയത്തിന് വേണം. ഓക്കെ. അതുകൊണ്ട് തന്നെ സെയിം റെസിസ്റ്റൻസ് ഡയമീറ്റർ ഓഫ് അലുമിനിയം കണ്ടക്ടർ ഈസ് അബൌട്ട് 1.26 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് എ കോപ്പർ കണ്ടക്ടർ. ഓക്കെ. The increased cross-section of aluminum exposes a greater surface to wind pressure. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത് കൂടുതൽ ഇൻക്രീസ് ഇതാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിൻഡ് പ്രഷറിന് കൂടുതൽ എക്സ്പോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സപ്പോർട്ടിംഗ് ടവേഴ്സ് മസ്റ്റ് ബി ഡിസൈൻഡ് ഫോർ ഗ്രേറ്റർ ട്രാൻസ്വേഴ്സ് സ്ട്രെങ്ത്. അതായത് അങ്ങോട്ടും കൊണ്ട് ആടാതിരിക്കാൻ സപ്പോർട്ടിംഗ് ടവർ എന്തായിരിക്കണം ഡിസൈൻ ചെയ്യുന്നത് കുറച്ചും കൂടി കോപ്പറിനെക്കാട്ടി സ്ട്രെങ്ത്തിലായിരിക്കണം. This often requires the use of higher towers with consequence of greater sag. ഗ്രേറ്റർ സാഗ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഹയർ സ്ട്രെങ്ത്തിലുള്ള ടവർ എന്ത് ചെയ്യണം യൂസ് ചെയ്യണം. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അലുമിനിയം 2.71 gram per cc ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ് കോപ്പറിനെക്കാട്ടും കുറവാണ്. Therefore, an aluminum conductor has almost 1/2 the weight of equivalent copper conductor. For this reason, the supporting structures for aluminum need not be made strong as that of copper conductor. പക്ഷെ നേരത്തെ നമ്മൾ എന്താണ് പറയാ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്നതുകൊണ്ട് സപ്പോർട്ടിംഗ് ടവറിന്റെ ഡിസൈൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്വേഴ്സ് സ്ട്രെങ്ത്തിന് എന്തായിരിക്കണം എന്തായിരിക്കണം എന്ന് പറയാം എന്ത് അത് ട്രാൻസ്ഫർ സ്ട്രെങ്ത്തിന് കവർ അപ്പ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.7 അതായത് അലുമിനിയം കോപ്പറിനെക്കാട്ടി ഒരുപാട് എന്തുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ് കുറവാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഓഫ് ദ ഈക്വലന്റ് കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ
അലുമിനിയത്തിന് അത്രയധികം സ്ട്രോങ് ആണ് കോപ്പറിന്. ഓക്കെ. Aluminum conductor being light is liable to greater swings and hence large cross arms are required. അലുമിനിയം കണ്ടക്ടർ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ സ്വിങ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ എന്താണ് ലാർജർ ക്രോസ് ആംസ് നമ്മൾ ടവറിന്റെ മുകളിൽ വെക്കണല്ലേ അതെന്തായിരിക്കണം ലാർജർ ആയിരിക്കണം. ഓക്കെ. ഡ്യൂ ടു ലോവർ ടെൻസൈൽ സ്ട്രെങ്ത് and higher coefficient of linear expansion of aluminum, the sag is greater in aluminum conductors. അതേപോലെ ടെൻസൈൽ സ്ട്രെങ്ത് കുറവായതുകൊണ്ടും ഹയർ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് അലുമിനിയം ആയതുകൊണ്ട് തന്നെ സാഗ് എന്തായിരിക്കണം കൂടുതലാവണം. Considering the combined properties of cost, conductivity, tensile strength, weight, etc., aluminum has an edge over copper. ഇത് മുകളിലത്തെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ അതായത് കോസ്റ്റ്, കണ്ടക്ടിവിറ്റി, ടെൻസൈൽ സ്ട്രെങ്ത്, വെയിറ്റ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അലുമിനിയത്തിന് കോപ്പറിന്റെ മുകളിൽ ഒരു ചെറിയൊരു എന്തുണ്ട് ഒരു നമ്മൾ കൺസിഡറേഷൻ കൂടുതൽ കൊടുക്കാറുണ്ട്. Therefore, it is being widely used as a conductor material. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അലുമിനിയം വൈഡ്ലി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. It is particularly profitable to use aluminum for heavy current transmission where the conductor size is large and its cost forms a major proportion of the total cost of complete installation. അലുമിനിയം ആണ് അപ്പോൾ ഹെവി കറന്റ് ട്രാൻസ്മിഷൻ അതുകൊണ്ട് തന്നെ ഇത് പ്രോഫിറ്റബിൾ ആണ്. കണ്ടക്ടർ സൈസ് കൂടുതലാണെങ്കിൽ പോലും നമുക്ക് ടോട്ടൽ നമ്മളുടെ കണ്ടക്ടർ സൈസ് കൂടുതലാണ് അതുപോലെ കണ്ടക്ടറിന്റെ അതിന് കോസ്റ്റ് വരുമെങ്കിൽ പോലും മേജർ പോർഷൻ ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ നമുക്ക് എന്തായിരിക്കും ലാഭമാണ്. സ്റ്റീൽ തേർഡ് വൺ സ്റ്റീൽ കോഡ് അലുമിനിയം അതിന് ACSR എന്ന് പറയും. അതായത് അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ reinforced. Due to low tensile strength, aluminum conductors produce greater strength. അപ്പോൾ നേരത്തെ അലുമിനിയം ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആയതുകൊണ്ട് തന്നെ അലുമിനിയം കണ്ടക്ടേഴ്സ് എന്താണ് സാഗ് നല്ല പ്രൊഡ്യൂസ് ചെയ്യും. This prohibits their use for a large spans and makes them unsuitable for long distance transmission. അതുകൊണ്ട് തന്നെ ഈ ലാർജ് സ്പാൻ വരുന്നതുകൊണ്ട് തന്നെ അൺസ്യൂട്ടബിൾ ആണ് എന്തിന് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ. സാഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ട് സപ്പോർട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ ലൈന് പോകുമ്പോൾ ചില സമയത്ത് ലൈന് നന്നായി താന്നിങ്ങനെ കിടക്കുന്നതാണ്, ചിലപ്പോൾ നല്ല ടൈറ്റ് നിൽക്കുന്നതാണ്. അത് ഈ നമ്മുടെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് മാറണതാണ്. അതാണ് സാഗ് പറയുന്നത്. അത് നമ്മൾ അടുത്ത് പഠിക്കാം കേട്ടോ. In order to increase the tensile strength, the aluminum conductor is reinforced with a core of galvanized steel wires. അപ്പോൾ നമുക്ക് ടെൻസൈൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അലുമിനിയം കണ്ടക്ടറിനെ ഒരു ചെറിയ മാറ്റം വരുത്തും. എന്ത് the core of galvanized steel wires. The composite conductor thus obtained is known as steel cord aluminum and is abbreviated as ACSR. അപ്പോൾ ഈ കോമ്പോസിറ്റ് കണ്ടക്ടറിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റീൽ കോഡ് അലുമിനിയം, അതിന് അബ്രിവേറ്റ് ചെയ്യണതാണ് എന്ത് ACSR എന്ന്. Steel cord aluminum conductor consists of central core of galvanized steel wires surrounded by a number of aluminum strands. അപ്പോൾ സ്റ്റീൽ കോഡ് അലുമിനിയം കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ കോർ ഓഫ് ഗാൽവനൈസ്ഡ് സ്റ്റീലിനെ ചുറ്റും എന്താണ് നമ്പർ ഓഫ് അലുമിനിയം സ്ട്രാൻഡ്സ് വരുന്ന രീതിയിലാണ്. അപ്പോൾ സെൻട്രൽ കോറിൽ ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയേഴ്സും അതിന്റെ ചുറ്റും എന്താണ് അലുമിനിയം സ്ട്രാൻഡ്സ് ആയിരിക്കും. യൂഷ്വലി ഡയമീറ്റർ ഓഫ് ബോത്ത് സ്റ്റീൽ ആൻഡ് അലുമിനിയം വയേഴ്സ് ഈസ് ദ സെയിം. അതായത് സ്റ്റീലിന്റെയും അലുമിനിയത്തിന്റെയും ഡയമീറ്റർ, അതായത് ചെറിയ ചെറിയ വയറുകളാണല്ലോ ഇങ്ങനെ ഇഴപിരിഞ്ഞ് വരിക, അതിന്റെ എല്ലാറ്റിന്റെ എന്താണ് ഡയമീറ്റർ സെയിം ആയിരിക്കും. The cross section of the two metals are generally in the ratio of 1:6 but can be modified to 1:4 in order to get more tensile strength of the conductor. അതായത് സ്റ്റീൽ 1 ആണെങ്കിൽ 6 അലുമിനിയം യൂസ് ചെയ്യുന്ന രീതിയിൽ, പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാം 1:4 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം ടെൻസൈൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അത് മോഡിഫൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫിഗർ കണ്ടോ, ഫിഗറിൽ സെൻട്രൽ സ്റ്റീലും ചുറ്റും അലുമിനിയം വയേഴ്സും അങ്ങനെയാണ് അത് വരിക. ഓക്കെ. The result of this composite conductor is that steel core takes greater percentage of mechanical strength while aluminum strands carry bulk of current. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ സ്റ്റീൽ കോർ മെക്കാനിക്കൽ സ്ട്രെങ്ത് കവർ അപ്പ് ചെയ്യുമ്പോൾ അലുമിനിയം കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും ബൾക്ക് ലെവലിൽ കറന്റ് അതിനെ ഫ്ലോ ചെയ്യും. The steel core aluminum conductors have the following advantages. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജസ് എന്നുള്ളത്? The reinforcement with steel increases the tensile strength but at the same time keeps composite conductor light. അപ്പൊ ഈ റീഎൻഫോഴ്സ്മെന്റ് സ്റ്റീൽ ആയിട്ടുള്ള ഇത് വന്നപ്പോ എന്തായി ടെൻസൈൽ സ്ട്രെങ്ത് നല്ല കൂടുകയും ചെയ്തു, എന്നാലോ കോമ്പോസിറ്റ് കണ്ടക്ടർ ലൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്തു വെയിറ്റില്. ഓക്കെ. Therefore, steel cord aluminum conductors will produce smaller sag and hence longer spans can be used. അപ്പോൾ സ്മോളർ സാഗ് ചെറിയ സാഗ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മളുടെ സപ്പോർട്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി കൂട്ടാം. മനസ്സിലായോ? മറ്റേ ഒരു
10 മീറ്റർ സ്പാൻ ഉണ്ട്, ഇതുണ്ട് വിചാരിക്കുക, സ്പാൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ കണ്ടക്ടറും മറ്റും മാത്രമാണെങ്കിൽ നല്ല സാഗ് വന്നിട്ട് താഴത്തേക്ക് മുട്ടാനുള്ള ലെവൽ വേണ്ടി വരാം. ഒരു ഉദാഹരണം പറയാണ്. എന്നാൽ പക്ഷെ ആ സമയത്ത് ഇതാണെങ്കിലോ ആ 10 മീറ്ററിൽ എന്ത് ചെയ്യും, സ്ട്രെങ്ത് കൂടുതലായി നമുക്ക് അത്രയും സ്പാൻ യൂസ് ചെയ്യാം. ഡ്യൂ ടു സ്മോളർ സാഗ് വിത്ത് സ്റ്റീൽ കോഡ് അലുമിനിയം കണ്ടക്ടേഴ്സ് ടവേഴ്സ് ഓഫ് സ്മോളർ ഹൈറ്റ് ക്യാൻ ബി യൂസ്ഡ്. അടുത്ത എന്താണ്, സ്മോളർ സാഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടവേഴ്സ് ഓഫ് സ്മോളർ ഹൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ്, എക്കണോമിക്സ് ഓഫ് പവർ ട്രാൻസ്മിഷൻ. രണ്ട് ഫണ്ടമെന്റൽ എക്കണോമിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഡിസൈനിൽ ഒന്ന് എക്കണോമിക് ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസ്, കണ്ടക്ടർ സൈസിന്റെ എക്കണോമിക് ചോയ്സും ദെൻ എക്കണോമിക് ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. ഇതാണ് രണ്ട് ഇത് നമ്മളുടെ എക്കണോമിക്സ് ഓഫ് പവർ ട്രാൻസ്മിഷനിൽ വരുന്നത്. ഫസ്റ്റ് വൺ, എക്കണോമിക് ചോയ്സ് ഓഫ് കണ്ടക്ടർ സൈസ്. The cost of conductor material is generally a very considerable part of the total cost of transmission line. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് കണ്ടക്ടർ, നമ്മുടെ കണ്ടക്ടറിന്റെ കോസ്റ്റിന് ഭയങ്കര ഒരു വൈറ്റർ റോൾ ഉണ്ട്. ഓക്കെ, therefore determination of proper size of conductor for the line is of vital importance. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഏത് സൈസിലുള്ള കണ്ടക്ടർ വേണം എന്നുള്ളത് യൂസ് ചെയ്യുന്നതിന് വലിയൊരു ഘടകം ഉണ്ട്. പല സൈസിലുള്ള കണ്ടക്ടർ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സൈസ് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ദ മോസ്റ്റ് എക്കണോമിക്കൽ ഏരിയ ഓഫ് കണ്ടക്ടർ, ഒരു കണ്ടക്ടർ എത്ര വേണം എന്നുള്ളത്, ഇസ് ദാറ്റ് ഫോർ വിച്ച് ദ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് മിനിമം. അപ്പൊ മോസ്റ്റ് എക്കണോമിക്കൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈന് മിനിമം ആവണ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഏത് ടൈപ്പ് എങ്ങനത്തെ കണ്ടക്ടർ യൂസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ പറയുക കെൽവിൻസ് ലോ. ദിസ് ഇസ് നോൺ ആസ് കെൽവിൻസ് ലോ ആഫ്റ്റർ ലോർഡ് കെൽവിൻ, who first stated in 1881. The total annual cost of ഇനി total annual cost എന്താണെന്നുള്ളതാണ്. Total annual cost of transmission line can be divided broadly into two parts. അപ്പോൾ total annual cost of transmission line രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Annual charge on capital outlay and annual cost of energy wasted in the conductor. ഒന്ന് ക്യാപിറ്റൽ ഔട്ട്ലേ, ഇത് സെറ്റ് ചെയ്യാന് എത്ര, കണ്ടക്ടർ വെറുതെ വായുവിൽ നിർത്താൻ പറ്റില്ല അല്ലെ, അപ്പൊ ആ കണ്ടക്ടർ സെറ്റ് ചെയ്യാനുള്ളത് ഒന്ന്. രണ്ടാമത്തെ എന്താണ്, ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റ്, എത്ര എനർജി ഇയർലി വേസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി, ഇതൊക്കെ കെൽവിൻസ് ലോന്റെ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ കെൽവിൻസ് ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആ കെൽവിൻസ് ലോനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് വൺ, ആനുവൽ ചാർജ് ഓൺ ക്യാപിറ്റൽ ഔട്ട്ലേ. This is on account of interest and depreciation on the capital cost of complete installation of transmission line. അപ്പൊ ഇതെന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് വെക്കാൻ വന്ന ഇൻട്രസ്റ്റും അതേപോലെ ഡിപ്രീസിയേഷൻ ഓഫ് ദ ക്യാപിറ്റൽ കോസ്റ്റ്, കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ ഓഫ് ട്രാൻസ്മിഷൻ ലൈനിലാണ് വരുന്നത്. In case of overhead system, it will be the annual interest and the depreciation on the capital cost of conductors. അപ്പോൾ ഒരു ഓവർഹെഡ് സിസ്റ്റത്തിൽ അവർ അതിന്റെ ആനുവൽ ഇൻട്രസ്റ്റ് കണക്കാക്കും, അതേപോലെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ക്യാപിറ്റൽ കോസ്റ്റ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു കാർ വാങ്ങി, അതിന്റെ ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഉണ്ടാവും അല്ലെ. അതായത് ഇന്ന് 4 ലക്ഷത്തിന് വാങ്ങിയ സാധനം ഒരു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് 4 ലക്ഷം ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ ഓൺ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ട്, സപ്പോർട്ടേഴ്സ് ഉണ്ട്, ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഡയർ ഇറക്ഷൻ. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ കോസ്റ്റും ആനുവൽ ഇൻട്രസ്റ്റും ഏതിനൊക്കെ ബാധകമാണ്, ക്യാപിറ്റൽ. ഇപ്പൊ ചിലപ്പോൾ ഈ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കുറെ ചിലപ്പോൾ കടമെടുത്തൊക്കെ ചെയ്യുന്നതാണ് നോർമലി, ഇപ്പൊ ഒരു പ്രൈവറ്റ് ഫേം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, അപ്പൊ അതിന്റെ ഒരു ആനുവൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഡിപ്രിസിയേഷൻ ഉണ്ടാവും, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് കണ്ടക്ടേഴ്സിന്റെ ക്യാപിറ്റൽ കോസ്റ്റ് നോക്കണം, സപ്പോർട്ടിന്റെ ഇൻസുലേറ്റേഴ്സിന്റെ ഒക്കെ ആനുവൽ ഇൻട്രസ്റ്റും ഡിപ്രിസിയേഷനും നോക്കണം. Now for an overhead line, insulator cost is constant. Overhead line insulator cost constant ആണ്. Conductor cost is proportional to the area of cross section. അതുപോലെ കണ്ടക്ടർ കോസ്റ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ദ കോസ്റ്റ് ഓഫ് സപ്പോർട്ട്സ് ആൻഡ് ദെയർ ഇറക്ഷൻ ഈസ് പാർട്ട്ലി കോൺസ്റ്റന്റ് ആൻഡ് പാർട്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. ഇനി കോസ്റ്റ് ഓഫ് സപ്പോർട്ടും അതുപോലെ അതിന്റെ ഇറക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ ഏകദേശം അത് കോൺസ്റ്റന്റ് ആണ്. എന്നാൽ കുറച്ച് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏത് ടൈപ്പ് സപ്പോർട്ട് വേണം എന്നൊക്കെ ഉള്ളത് ഏരിയ കൂടുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസമുണ്ട്. Therefore, annual charge on overhead transmission line can be expressed as annual charge is equal to P1 plus P2 into A, where P1, P2 are constants and A is the area of cross section of the conductor. അപ്പോൾ ആനുവൽ ചാർജ് എന്താന്നുള്ളത് എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്, ഇറ്റ് ഈസ് P1 plus P2A.
Next one, second one, annual cost of energy wasted. This is on account of energy lost mainly in the conductor due to I square R losses. ഇതെന്താണ് ഇതിൽ ശരിക്കും നമ്മൾ പറഞ്ഞാൽ കണ്ടക്ടറിൽ മെയിൻ ആയിട്ട് I square R ലോസസ് കാരണം കൊണ്ടുള്ളതാണ് നോക്കുന്നത്. ഇനി നമ്മൾ അസ്യൂമിങ് എ കോൺസ്റ്റന്റ് കറന്റ് ഇൻ ദ കണ്ടക്ടർ ത്രൂ ഔട്ട് ദ ഇയർ ദ എനർജി ലോസ്റ്റ് ഇൻ ദ കണ്ടക്ടർ ഇസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് എന്ത് ഈ I square R ലോസ് അല്ലേ, ഈ I കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആറിനെ പ്രൊപ്പോർഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് എനർജി ലോസ് ഉണ്ടാവുന്നത്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ലോസസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത എന്താ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ റോ എൽ ബൈ ആണ്. അപ്പൊ ഇൻവേഴ്സ്ലി റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ അല്ലെ. അതുകൊണ്ട് തന്നെ എനർജി ലോസ് ഇൻ ദ കണ്ടക്ടർ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ദ കണ്ടക്ടർ ആണ് അല്ലെ. ആർ ഈസിക്കൽ ടു റോ എൽ ബൈ അല്ലേ. അപ്പോ ഈ ആർ റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏരിയ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയി. അതുകൊണ്ട് തന്നെ ടോട്ടൽ നമുക്ക് പറയാൻ പറ്റും കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റ് ചെയ്തത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ദസ് ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റഡ് ഇൻ ദ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ ക്യാൻ ബി എക്സ്പ്രസ് ആസ് എങ്ങനെയാണ്, ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റഡ് ഈസ് ഈക്വൽ ടു P3/A അല്ല. P3 കോൺസ്റ്റന്റ് ആണ്, A എന്താണ് നമ്മളുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് നേരത്തെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ടുണ്ട്. ടോട്ടൽ ആനുവൽ കോസ്റ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എക്സ്പ്രഷൻ പ്ലസ് ഈ എക്സ്പ്രഷൻ ആണ്. അപ്പൊ എന്താണ് P1 പ്ലസ് P2 ഇൻറ്റു A പ്ലസ് P3/A ഓർ സി ഈസ് ഈക്വൽ ടു സി എന്താണ് സീനെ ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ, P1 പ്ലസ് P2A പ്ലസ് P3/A. ഓക്കെ, in expression 3, third expression, the only area of cross section is a variable അല്ലേ. ഇതിൽ നോക്കി നോക്കിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ, ഈ എ മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ. Therefore, the total annual cost of transmission line will be minimum if differentiation of C with respect to A is 0. അതുകൊണ്ട് തന്നെ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈന് നമ്മളിപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡി ബൈ വിത്ത് റെസ്പെക്ട് ടു ആനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ടി 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടും കറസ്പോണ്ടിങ് ഇത്. അപ്പൊ D/dA ഈസ് ഈക്വൽ ടു D/dA ഇൻറ്റു P1 പ്ലസ് P2A പ്ലസ് P3/A ഈസ് ഈക്വൽ ടു 0. or differentiate ചെയ്തപ്പോൾ P2 minus P3/A square is equal to 0, or we can say that P2 is equal to P3/A square, or P2A is equal to P3A. Therefore, variable part of annual charge is equal to annual cost of energy wasted. Okay. അപ്പോൾ നമുക്ക് therefore Kelvin's law can also be stated in another way, that is most economical area of conductor is that for which the variable part of annual charge is equal to the cost of energy losses per year. അപ്പോൾ annual cost of the charge is equal to എന്ത് പറയാം, നമ്മൾക്ക് ടോട്ടൽ എനർജി ലോസസ് പെർ ഇയർ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയേ ഗ്രാഫിക്കൽ ഇലസ്ട്രേഷൻ ഓഫ് കെൽവിൻസ് ലോ. അപ്പോൾ ഗ്രാഫിക്കൽ ഇലസ്ട്രേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കെൽവിൻസ് ലോ ക്യാൻ ബി ഇലസ്ട്രേറ്റഡ് ഗ്രാഫിക്കലി ബൈ പ്ലോട്ടിംഗ് annual cost versus area cross sectional area of the conductor. In the diagram, straight line, this straight line എന്താണ് കാണിക്കുന്നത്, it shows the relation between annual charge ഉം അതേപോലെ area of cross section of the conductor തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കാണിച്ചിരിക്കുന്നത്. അതാണ് that is P1 plus P2A, അതാണ് ഈ 1. Okay, similarly the rectangular hyperbola 2, ഇതാ ഈ 2 E2 gives the relation between annual cost of energy wasted. Annual cost of energy wasted ഉം അതേപോലെ ഇതിപ്പോ ഫസ്റ്റ് പറഞ്ഞ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആനുവൽ കോസ്റ്റ് ആനുവൽ ചാർജ് ആയിരുന്നു, ഇവിടെ ആനുവൽ എനർജി വേസ്റ്റഡ് ആണ്. ഓക്കെ, ആനുവൽ എനർജി വേസ്റ്റഡും ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ എയും തമ്മിലുള്ളതാണ്. അപ്പൊ ആനുവൽ എനർജി വേസ്റ്റഡും ക്രോസ് സെക്ഷണൽ ഏരിയയും തമ്മിലുള്ളതാണ് എന്ത് 2. മറ്റെന്താണ് ആനുവൽ ചാർജ്. ഓക്കെ, ആനുവൽ ചാർജ് ബിറ്റ്വീൻ ആനുവൽ ചാർജ് ആൻഡ് ഏരിയ ആയിരുന്നു 1. 2 എന്താണ് ആനുവൽ എന്താണ് വരുന്നത് ആനുവൽ കോസ്റ്റ് ഓഫ് എനർജി വേസ്റ്റഡ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു അപ്പോഴാണ് ഈ 3 കിട്ടിയത്. ദിസ് ലേറ്റർ കർവ് ഷോസ് റിലേഷൻ ബിറ്റ്വീൻ total annual cost that is P1 plus P2 plus P3/A. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് അങ്ങനെ വരും. P1 plus P2 P2A ഉണ്ട് കേട്ടോ ഇവിടെ, അത് അവര് ഇതായി പോയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ഇതിലത്തെ എക്കണോമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ലോവസ്റ്റ് പോയിന്റ് പി ഇല്ലേ, അതാണ് മോസ്റ്റ് എക്കണോമിക്കൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതാണ് ഗ്രാഫിക്കൽ ഇലസ്ട്രേഷൻ ഓഫ് കെൽവിൻസ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ.
മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ളത് ഈ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ രണ്ട് സ്ലൈഡിലായിട്ട് കെൽവിൻസ് ലോ എന്താന്ന് പറഞ്ഞു, അതിന്റെ റെപ്രസെന്റേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറഞ്ഞു. ഇനി വാട്ട് ഇസ് ദ ലിമിറ്റേഷൻസ് ഓഫ് കെൽവിൻസ് ലോ? Although theoretically Calvin's law holds good and therefore there is often considerable difficulty in applying it to a proposed scheme of power transmission. In practice, practice the limitations of this law are, അതായത് തിയറിറ്റിക്കലി കൽവിൻസ് ലോ നമുക്ക് എന്താണ്, നമുക്ക് പെട്ടെന്ന് പറയാം ആ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് നോട്ട് ഈസി ടു എസ്റ്റിമേറ്റ് ദ എനർജി ലോസ് ഇൻ ദ ലൈൻ വിത്തൗട്ട് ആക്ച്വൽ ലോഡ് കർവ്സ് വിച്ച് ആർ നോട്ട് അവൈലബിൾ അറ്റ് ദ ടൈം ഓഫ് എസ്റ്റിമേഷൻ. ശരിക്ക് ആക്ച്വൽ ലോഡ് കർവ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് അത്ര വലിയ എസ്റ്റിമേറ്റ് എളുപ്പമല്ല. ഓക്കെ, അതെന്താണ് ടൈം ഓഫ് എസ്റ്റിമേഷനിൽ നമുക്ക് കിട്ടൂല. ദ അസംഷൻ ദാറ്റ് ആനുവൽ കോസ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രിസിയേഷൻ ഓൺ ദ ക്യാപിറ്റൽ outlay is in the form of P1 plus P2A is strictly speaking not true. ഈ P1 plus P2A എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ ആനുവൽ കോസ്റ്റ് പറയണ്ടല്ലോ, അസംഷൻ. അതായത് ഇൻട്രസ്റ്റ്, ആനുവൽ അക്കൗണ്ട് ഓഫ് ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും പറയുന്നത് സ്ട്രിക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ തെറ്റുണ്ട്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് ഇൻ കേബിൾസ് neither the cost of cable dielectric and sheath nor the cost of laying vary in this manner. This law does not take into account several physical factors like safe current density, mechanical strength, corona loss, etc. ഇത് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ സേഫ് കറണ്ട് ഡെൻസിറ്റി എന്താണോ, മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണോ, കൊറോണ ലോസ് എന്താണോ, അതൊന്നും നോക്കാതെയാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ എക്കണോമിക്കിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ടർ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടക്ടർ സൈസ് ഡിറ്റർമിൻഡ് ബൈ ദിസ് ലോ മേ നോട്ട് ഓൾവേസ് ബി പ്രാക്ടിക്കബിൾ. One, because it may be too small for the safe carrying of necessary current. അപ്പോൾ സേഫ് ക്യാരിങ് ഓഫ് നെസസറി കറന്റ് ചിലപ്പോൾ കണ്ടക്ടർ വളരെ ചെറുതായിരിക്കും. The interest and depreciation on the capital outlay cannot be determined accurately. അപ്പോൾ ഇൻട്രസ്റ്റും ഡിപ്രിസിയേഷനും അതുപോലെ ക്യാപിറ്റൽ ഔട്ട്ലേന്റെ മുകളിലുള്ളത് എന്താണ് ഡിറ്റർമിൻ ചെയ്യാൻ ഈസിലി നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറ്റില്ല. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ആണ്. If transmission voltage is increased, transmission voltage increase ചെയ്ത് കഴിഞ്ഞാൽ the volume of conductor material required is reduced. This decreases the expenditure on the conductor material. നമ്മൾ ട്രാൻസ്മിഷൻ വോൾട്ടേജ് നല്ല കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ റിക്വയർ ചെയ്യണമെന്ന് മതി, കുറച്ച് മതി. അത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ കണ്ടക്ടറിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും കുറക്കാൻ പറ്റും. ഇറ്റ് മേ അപ്പിയർ അഡ്വൈസബിൾ ടു യൂസ് ദ ഹയസ്റ്റ് പോസിബിൾ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓൺ കണ്ടക്ടർ ടു എ മിനിമം. അപ്പോൾ ഇതൊരു അഡ്വൈസബിൾ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യാറെന്ന് വെച്ചാൽ ഹയസ്റ്റ് പോസിബിൾ ട്രാൻസ്മിഷൻ വോൾട്ടേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ ഒരു ഗുണം എന്താണ്, വി ക്യാൻ റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓൺ ദ കണ്ടക്ടേഴ്സ്. അപ്പോൾ കണ്ടക്ടറിന്റെ മുകളിലുള്ള എക്സ്പെൻഡിച്ചർ മിനിമം ആയിട്ട് യൂസ് ചെയ്യാം. However, it may be remembered that as the transmission voltage is increased, transmission voltage increase ചെയ്ത് കഴിഞ്ഞാൽ cost of insulating the conductors, cost of transformers, switch gear and other terminal apparatus also increases. അപ്പോൾ നമ്മൾ ട്രാൻസ്മിഷൻ വോൾട്ടേജ് നല്ല കൂട്ടി കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിനനുബന്ധമായിട്ട് വരുന്നതാണ് കണ്ടക്ടറിന്റെ ഇൻസുലേഷൻ, അതായത് ഇൻസുലേറ്റിംഗ് പോൾസ് തമ്മിലുള്ള ഇൻസുലേഷൻ, അതുപോലെ ട്രാൻസ്ഫോമറിന്റെ കോസ്റ്റ്, അതുപോലെ സ്വിച്ച് ഗിയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, സർക്യൂട്ട് ബ്രേക്കറൊക്കെ കൂടിയിട്ട് വരാണ്. അതർ ടെർമിനൽ അപ്പാരറ്റസ് ഇതൊക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, കാരണം വോൾട്ടേജ് കപ്പാസിറ്റി കൂടി. Therefore, for every transmission line, there is optimum transmission voltage beyond which there is nothing to be gained in the matter of economy. അപ്പോൾ ഏതൊരു ട്രാൻസ്മിഷൻ ലൈനും അവിടെ എന്തുണ്ട്, ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഉണ്ട്. അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഈ എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ലാഭം ഉണ്ടാവില്ല. ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഫോർ വിച്ച് ദ കോസ്റ്റ് ഓഫ് കണ്ടക്ടേഴ്സ്, കോസ്റ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയർ ആൻഡ് അതർ ടെർമിനൽ അപ്പാരറ്റേഴ്സ് ഈസ് മിനിമം ഈസ് കോൾഡ് എക്കണോമിക് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. എന്താണ് എക്കണോമിക് ട്രാൻസ്മിഷൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഓഫ് കണ്ടക്ടേഴ്സ് അതുപോലെ ഇതെല്ലാം എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. അതായത് ട്രാൻസ്മിഷൻ വോൾട്ടേജ് കമ്പയർ ചെയ്യുമ്പോൾ
കോസ്റ്റ് ഓഫ് കണ്ടക്ടർ, കോസ്റ്റ് ഓഫ് ഇൻസുലേറ്റർ ഇതൊക്കെ മിനിമം ചെയ്യണം. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 240 വോൾട്ടിന്റെ കോസ്റ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ഇത്രയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കണ്ടക്ടർ, ഇൻസുലേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് എക്കണോമിക് ആയിട്ട് ചെയ്യാൻ പറ്റാണ് നമ്മൾ നോക്കുന്നത്. The method of finding economical transmission voltage is as follows. Power to be transmitted. ഒന്ന്, നമ്മൾ എക്കണോമിക്കൽ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ വോൾട്ടേജ് എങ്ങനെ നോക്കുന്നതാണ്. എത്ര പവർ ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ജനറേഷൻ വോൾട്ടേജ്, എത്ര വോൾട്ടേജിലാണ് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ആർ അസ്യൂംഡ് ടു ബി നോൺ. അപ്പൊ ഈ പവർ എത്ര ഇതിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ജനറേഷൻ വോൾട്ടേജ് എത്രയാണ്, ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ആണ് എത്രയാണെന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. We choose some standard transmission voltage and work out the following cost transformer. At the generating and receiving end of transmission line for a given power, this cost increases slowly with increase in transmission voltage. ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്ഫോമറിന്റെ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സ്ലോലി ട്രാൻസ്ഫോമറിന്റെ വാല്യൂ കോസ്റ്റും കൂടും. സ്വിച്ച് ഗിയർ, ദിസ് കോസ്റ്റ് ഓൾസോ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. സ്വിച്ച് ഗിയറിന് എന്താണ് ഈ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച്. ലൈറ്റിംഗ് അറസ്റ്റർ, ദിസ് കോസ്റ്റ് ഇൻക്രീസസ് റാപ്പിഡ്ലി. മറ്റേ രണ്ടും സ്ലോലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ ലൈറ്റിംഗ് അറസ്റ്ററിന്റെ കോസ്റ്റ് എന്ത് ചെയ്യും, ഹൈ ആയിട്ട് പെട്ടെന്ന് കൂടും എന്ത്, ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച്. ഇൻസുലേഷൻ ആൻഡ് സപ്പോർട്ട്സ്, ഓക്കെ, ദ കോസ്റ്റ് ഇൻക്രീസസ് ഷാർപ്ലി വിത്ത് ദ ഇൻക്രീസ് ഇൻ വോൾട്ടേജ്. ഇൻസുലേഷൻ അതുപോലെ സപ്പോർട്ട്സിന്റെ ഒക്കെ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. കണ്ടക്ടർ, ദ കോസ്റ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. ആകെ കുറയണ എന്താണ്, കണ്ടക്ടറിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നത്. So the sum of all above cost gives total cost of transmission of the voltage considered. അപ്പോൾ നമ്മൾ ആ മൊത്തം ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സിമിലർ കാൽക്കുലേഷൻസ് ആർ മെയ്ഡ് ഫോർ അതർ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. അതർ ട്രാൻസ്മിഷൻ വോൾട്ടേജ് നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. Then a curve is drawn for total cost of transmission against voltage. ടോട്ടൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ അഗെയിൻസ്റ്റ് എന്താണ്, വോൾട്ടേജ്. അതായത് ടോട്ടൽ ട്രാൻസ്മിഷൻ കോസ്റ്റ് ഫോർ ട്രാൻസ്മിഷൻ, ക്യാപിറ്റൽ കോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ്. ഓക്കെ. ദ ലോവസ്റ്റ് പോയിന്റ് പി. അപ്പൊ എന്ത് ചെയ്യും, ഒരു കർവ് പ്ലോട്ട് ചെയ്യും നമ്മൾ അതിന്റെ എല്ലാം വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, the lowest point P on the curve gives the economical transmission voltage. നമുക്ക് economical ആയിട്ടുള്ള transmission voltage എത്രയാന്നുള്ളത് ശരിക്കും ഒ എ എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, optimum transmission voltage. Thus in the present case OA is the optimum transmission voltage. This method of finding the economical transmission voltage is rarely used in practice. പക്ഷേ ഇത് എന്താണ്, rarely യൂസ് ചെയ്യാറുള്ളൂ. Different cost cannot be determined with a fair degree of accuracy. ബാക്കിയുള്ള നമ്മളെ ഇൻസുലേറ്റേഴ്സിന്റെയും അതുപോലെ സപ്പോർട്ട്സിന്റെയും ട്രാൻസ്ഫോമറിന്റെയും ഇതൊന്നും നമുക്ക് ഫെയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറഞ്ഞുള്ളൂ. ദ പ്രസന്റ് ഡേ ട്രെൻഡ് ഈസ് ഫോളോ certain empirical formula for finding economical transmission voltage. ഇപ്പോഴത്തെ എന്താ വെച്ചാൽ ഒരു എംപിരിക്കൽ ഫോർമുല നമ്മൾ വെച്ചിട്ടുണ്ട് എക്കണോമിക്കൽ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. അക്കോർഡിംഗ് ടു അമേരിക്കൻ പ്രാക്ടീസ് വെച്ചിട്ട് എക്കണോമിക് വോൾട്ടേജ് between lines in a three-phase AC system is V is equal to 5.5 root of 0.262 L plus 3P by 150. അതായത് where V is the line voltage in kilovolt, P is the maximum kilowatt power per phase to be delivered to single circuit, and L is the distance of transmission line in kilometer. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാം നമ്മളുടെ ഇത് എന്താണ് പറയാ, economic transmission voltage എന്താന്നുള്ളത് നമ്മൾ ചെയ്യണത്. V is equal to. It may be noted here that in above formula, power to be transmitted and distance of transmission line have been taken into account. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ലെങ്ത്, എത്ര ലെങ്ത് ഉണ്ട്, അതേപോലെ എത്ര പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ. ഇറ്റ് ഈസ് ബിക്കോസ് ബോത്ത് ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ എക്കണോമിക് വോൾട്ടേജ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലെങ്ത്തും പവറും ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യണത്, ഇതിന്റെ ഫാക്ടേഴ്സ് എക്കണോമിക് വോൾട്ടേജിന്റെ അതിന് വേണ്ടിയിട്ട് നോക്കുന്നത്. ദിസ് ക്യാൻ ബി ഈസിലി എക്സ്പ്ലെയിൻഡ്. അത് നമുക്ക് ഈസിലി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. കാരണം എന്താണ്, ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഇൻക്രീസ്ഡ്, ട്രാൻസ്മിഷൻ ലൈനിന്റെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് ടെർമിനൽ അപ്പാരറ്റസ് ഈസ് ഡിക്രീസ്ഡ്, റിസൾട്ടിങ് ഇൻ ഹയർ എക്കണോമിക് ട്രാൻസ്മിഷൻ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ടെർമിനൽ അപ്പാരറ്റസ് എന്താണ്, ഡിക്രീസ് ചെയ്യും. അപ്പോൾ എൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജും ഓൾറെഡി ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ്,
cost of terminal apparatus എന്ത് ചെയ്യാൻ പറ്റും? decrease ചെയ്യാൻ പറ്റും, resulting in higher economic transmission voltage. Also, if power to be transmitted is large, the large generating and transforming units can be employed. This reduces the cost per kilowatt for the terminal station equipment. അപ്പോൾ നോർമലി ഈ പറയുന്ന ലെങ്ത്തും പവറും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലൈൻ വാല്യൂ എന്ത് ലൈൻ വോൾട്ടേജിന്റെ കിലോവാട്ടും ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ വെക്കുന്ന ഈ ട്രാൻസ്ഫോമേഴ്സിന് ഇതിനൊക്കെ റേറ്റ് എന്ത് ചെയ്യാം? കുറവ് റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്തൊരു ട്യൂട്ടോറിയൽ സെക്ഷൻ ആണ് ഇത് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.